സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക ആരംഭവും അഭിഷേക വിഘ്നം തുടങ്ങിയ ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിന്റെ കുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസംഭദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ഉല്ലംഘ്യസിന്ധോ സലിലം സലീലം യശോകവന്യേ ജനകാത്മജേയ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥ സങ്കലിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൽകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നത് ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോൾ അതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്കും അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും ഏറ്റമതോർത്ത് കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു. മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടു മുത നിർണയം മാനസേ. എന്നാൽ ഇതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ പത സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമെളിമയായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്തരും അന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ.
എന്തൊന്നു വേണ്ടുന്നതെന്നരു ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കൊണ്ടു സുമന്തരോടിത്തമോ വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്കനാളെ പുലർകാലെ ചമയച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 14 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്ങിനെ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരക്തങ്ങളമിഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയത പർണങ്ങൾ കൊണ്ട് വായ്കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തിക മൂനിക ഛത്രവും സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്ദിക നിൽക്ക കുശവാണികളായ സബന്ധികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശരാങ്കണേ നിന്ന് മനോഹരം ഹസ്തശവത്തീരതാതി മഹാബലം വസ്ത്രാതലങ്കാരം മൂടുവന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലിയും വേണം മഹോത്സവം. ഭൂപാലരെയും വരവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്രം സുമന്ത്രരെയും നിയോഗിച്ചതിൽ സത്വരം തേൽക്കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാസ സന്തോഷേണ സംപ്രാപ്യ സാധരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തിത്തതാ പത്നിയോടു മതിഭക്ത്യാ രഘൂത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മല വാരിണാ തൃക്കാൽ കഴുകിച്ചു പാദബ്ജതീർത്ഥവും ഉത്തമാങ്കേ ധരിച്ചു വിശുദ്ധനാ ചിത്തമോധേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേ നടിയന ദീവകേൾ ഇന്ന് പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നാ ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. തൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. തൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നത് എന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നോ മതിന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതെന്നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്ത സിദ്ധിപ്പാനമിത്തം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്യഥാർത്ഥം പ്രഭു. സാക്ഷാൽ ശരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷഗോചരനായ അന്തരാമിയായി സർവജഗദ്രദ്വാഹകനായ നീ ശുദ്ധസത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാതീന സംഭവനായുടൻ മർത്തവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നത് ഞാൻ എന്നോട് ദാതാവൊരു താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞതത്രേ. സൂര്യാനയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നാ വരികിലതും പിഴയല്ലല്ലോ. ഇന്ന് സഫലമായി വന്നു മനോരഥമെന്ന് അപേക്ഷിക്കുന്നതുണ്ടതും ഇന്നു സഫലമായി വന്നു മനോരഥമെന്ന് അപേക്ഷിക്കുന്നതുണ്ടതു ഞാനിനിയും. യോഗേശതേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേ.
ത്വൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇതം അപ്രവ്യക്തം മയ രാമാകുത്രജിൽ. രാജാതിശരഥൻ ചൊന്നതോ കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമെടുത്ത നാൾ എന്നത് കണ്ടു ചൊല്ലുവാനായി ഉടറി വന്നേനകം. വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിന് തന്നെ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവിൻ വൈകാതെ. വന്നിടുഷസ്സു നീ എന്നരുൾ ചെയ്തു ചെന്നു ചേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതേനെനിക്കഭിഷേകമെളിമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. അത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരോ കർത്താവു നീ രാജഭോക്താവും നീ അത്രേ. വത്സാമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കൂപ്പിട്ടുകൊണ്ടാലും നീ മത്സവനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പതിനില്ലാതിനാരും നമ്മോട്. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രത്യേന്ദ്രഗ്രഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചേർന്ന് കൗതുകമോടറിയിച്ചാനൊരുവുമാൻ. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്തു നിർമ്മലമായ ഒരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയഭ്യുതാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്ത്യാ വണങ്ങി വാണിയിടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശകഥനാകയാൽ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകംഭികേ. കാമകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിന്നവന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ള മടിക്കരുതെന്ന് മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിയിടിനാൽ ചെന്ന് ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോര മന്ദരയെ കണ്ട് കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ദരി ചൊല്ലു നീ രാജമെല്ലാടവും എന്തോരോ മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്ക്. ആരും ഒരു ബന്ധുവില്ലെന്ന നിർണയം. രാമാഭിഷേകമെടുത്ത നാളുണ്ടടോ കാമിനീകുല രാമാഭിഷേകമെടുത്ത നാടുണ്ടടോ കാമിനിമാർ കുല മൗലിമാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചുത്താനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരവും ചിത്തമോധേന നൽകിയിടിനാളാധരാൽ. സന്തോഷമാർത്തിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപഗതമായെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിനില്ലോരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതെ ഒരു വാക്കു പറയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശ്രാന്തമെന്നയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം.
മൂടേ നിനക്കെന്ത് രാമങ്ങൾ നിന്നോര പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മഹാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാഭരൻ. കേകയപുത്രതൻ വാക്കുകൾ കേട്ടള വാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാവേ മഹാവയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതെറിഞ്ഞീലെ. തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായ യച്ഛതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതും. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രക്കതും കണ്ടു നിൻ. ഭാഗ്യമത്രേ സുമിത്രക്കതും കണ്ടു നിർഭാഗ്യയായൂരു നീ. ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യ നന്ദനം തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലൂ മരണം അതിനില്ല സംശയം. ചൊല്ലി വിഞ്ഞാന്തവ നല്ലതോ കേൾക്ക നീ. ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം തൽസുതം തന്നെ വാഴിക്കുന്നരവരൻ. രാമനീരെ കണ്ടു കാനന വാസകുംഭയുമാലാജ്ഞയ ചെയ്യുമാറാകണം. നാടടക്കം വരതന്നെ വരും അതിപ്രൗഢ കീർത്തിയാ നിനക്കും വസിക്കാം സ്ഥിരം. വേണമെന്നാൽ അതീ നിന്നൊരുപായവും പ്രാണസമേതമ ചൊല്ലിത്തരുവിൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്ര നർത്തിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈകൊണ്ട് തന്നുടെ സൈന്യസമേതം തേരിലേറിനാൻ. നിന്നോട് കൂടവേ വിണ്ണലകം പൊക്ക് സന്നദ്ധനാ ചെന്നസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥക്ഷകീലം പോരിയിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരംഗീലരന്ധ്രത്തിങ്കൾ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പ്രതീന്ദ്രനും യുദ്ധനിവർത്തനായൂരു ദശാന്ധരെ. നിന്തൊഴിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനീ പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞത് ഭൂഭനം. നിൻചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുപരം തരാം. നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ട് നീയമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായോ ഒരു വരദ്വയം സാദരം നസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനോരവസരത്തിങ്കേൽ അപേക്ഷിച്ചാൽ ഉനം വരാതെ തിരികെന്നതേ വീണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിത മുന്നമേ മാനസേതു നീ ബലാലീശ്വരാജ്ഞയ. ധീരതയോടി നീ ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ ഗോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ കൊണ്ടൊരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹാ ഭൂമിയിൽ തന്നെ മലിനം പരത്തുടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ദര ചൊന്ന പോലെ യതീനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും പത്തേമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു. ചിത്തമോഹേന ഗോപാലയം മേവിനാൾ. കൈകേയി മന്ദരയോട് ചൊന്നാൾ. ഇനി രാഘവൻ കാനനത്തിന് പോകോളവും ഞാനിവിടെ കിടന്നിടുവിൻ. അല്ലായകൽ പ്രാണനെയും കളഞ്ഞിടുവിൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് പോകാർത്ഥമാ നൽകുവിൻ. 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതൂ മിതിനൊരളക്കം വരായികൾ നീ ചേതസ് ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൻ. മന്ദര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചുരജ്ഞയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിതദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയാശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ അങ്ങന്നിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജനനിധ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം. പ്രയത്നേന സൽപ്പുമാൻ കഞ്ചളം പറ്റിയാൽ
സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭുതകളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം ബുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ ഭക്തിയെ കാണായിക കാരണം എത്രയും വിഹലനായ ഒരു ഭൂഹനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നെ ഞാൻ ചെന്ന് കൂടും വിധോ മന്ദസ്പദം ചെയ്തരിക വരും പുരാ സുന്ദരിയാമവളിങ്ങ്. മന്ദിരം തന്നെ ഞാൻ ചെന്ന് കൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവൾ ഇന്നങ്ങ് പോയിനാൾ. മന്ദമാകുന്നതൻ മേഷമൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ സ്വാമിനി കല്യാണ കാത്രി മറ്റങ്ങ് പോയിടിനാൾ. ഏവം നരവധി ചോദിച്ച നേരത്തു ദേവിതൻ നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചേതതിന്മൂലം ഇതുമറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ട് വയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്ന് സസഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുകല്ലെന്തിതു വല്ലഭേ നാദേവറും നിലത്തു പൊടിയണഞ്ഞാതങ്കമോടെ കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലെ ഖേദമുണ്ടാതെന്നോട് ചൊല്ലുകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരോ ഒരു വിപ്രിയം ചെയ്തത് വല്ലഭേ. ദണ്ഡനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കില്ലതിൽ നിരൂപിച്ചാൽ നൃതനെത്രയോ മെട്ടൻ നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വെപ്പിനവനെ ഞാൻ. അർത്ഥവനേറ്റ നിഷ്ഠൻ നിനക്കെങ്കിൽ നൃതനാക്കും അവനൻ. അർത്ഥവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നൃതനാക്കും അവനെ ഞാൻ. വന്ധ്യന നൂനം അബദ്ധനാക്കിയിടുവിൻ ബദ്ധനാക്കിയിടാം അബദ്ധന വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനികേതിപ്പതിനെന്ത് കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാൻ രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലാം ശ്രീരാമനാണ് ഞാൻ. മംഗലാരുക്മമേ ചെയ്വിന്തവഹിതം ഇങ്ങനെ കീർത്തിപ്യായകമം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ. മന്നവൻ തന്നോട് മന്ദമൊരു ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ എന്നോട് പത്യമായുള്ളതിനെ പറഞ്ഞേടുവിൻ വ്യർത്ഥമാക്കിയിടായ സത്യത്വമന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായാധനെ സങ്കടം തീർത്തിരിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടയത്തനായെന്ന് ഭവാൻ മമാ ചിന്തിച്ച് രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നുണ്ടെന്ന് വേനും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലത് രണ്ടും. ഇച്ഛയുണ്ടിന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്ന് രാജാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം. രാമനുള്ള സീവനത്തിന് പോകണം എന്നിവ 2 വരങ്ങൾ നൽകുകയിൽ ഇന്നോ മരണമെനിക്കില്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ച് വീണാനവനിയിൽ. സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിൽ ശ്രീരാമൻ എത്തിച്ചേർന്നു. ശ്രീരാമന്റെ ഗുണഗണങ്ങളെല്ലാം കണ്ടത് അയോധ്യാവാസികൾ ശ്രീരാമൻ രാജാഭിഷേകം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടുവരികയാണ്. എല്ലാ ആളുകളും വസിഷ്ഠ മഹർഷിയെ ദശരഥന്റെ സമീപത്തേക്ക് വസിഷ്ഠ മഹർഷി വന്നിട്ട് പറയുകയുണ്ടായി. ശ്രീരാമചന്ദ്രന്റെ ഗുണങ്ങൾ കണ്ടിട്ട് എല്ലാവരും വളരെ പ്രശംസിക്കുന്നുണ്ട്. ഏതായാലും ശ്രീരാമന് രാജാവാക്കണമെന്നാണ്
ആഗ്രഹിക്കുന്നത് എന്നുള്ളതായ ദശരഥന്റെ വാക്കുകൾ കേട്ടു. ജനങ്ങൾക്കും അവനിൽ വളരെയധികം സ്നേഹമാണ്. അമ്മ അവനെ കാണാൻ വേണ്ടി പോയ ഭരതൻ ശത്രുഘ്നന്മാർ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ എന്നാൽ രാജാഭിഷേകത്തിന് നല്ലൊരു മുഹൂർത്തം എടുത്തു തന്നെയുണ്ട്. അവർ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണമെന്ന് പറഞ്ഞു. പിന്നെ സമുദ്രം നോക്കിയിട്ട് പറഞ്ഞു, വസിഷ്ഠ മഹർഷി പറയുന്നത് പോലെ വേണ്ട കാര്യങ്ങളൊക്കെ രാജാഭിഷേകം വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കണം. എന്തൊക്കെ തരത്തിൽ വേണം, വളരെ ഘോഷമായിട്ടാണ് അത് നടത്തേണ്ടത്. പ്രത്യേകം വസിഷ്ഠ മഹർഷി പറഞ്ഞു, നാളെ പുലർകാല സമയത്ത് ചെൽക്കണ്യമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി 16 പേർ നിൽക്കണം. മത്തകജങ്ങളെ പൊന്നണിയിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ളതായ അലങ്കാരങ്ങളും മറ്റും വേണ്ടതാണ്. പുത്തൻ മൂലത്തോൽ വരുത്തിഹമോനിക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. ശ്രീരാമനോട് ചെന്ന് പറയുണ്ടായി, അങ്ങേ രാജാവായി അഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമോ അത്ഭുത വിക്രമാസെന്ന് നീയടോ. അല്ലയോ ശ്രീരാമേന്ദ്ര, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. സാക്ഷാൽ മോക്ഷതനായ ജഗന്മയനാണ് താങ്കൾ. അദ്ദേഹം ഞങ്ങൾ ഇവിടെ ഭൂമിയിൽ അവതരിച്ചത് രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന കാര്യം എനിക്കറിയാം. ഈ കാര്യങ്ങളൊന്നും ഞാൻ രഹസ്യമായി വെച്ചിരിക്കുകയാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഏതായാലും ദേവകാര്യാർത്ഥം അതീവഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞത് ഞാനിതും കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കാമായ മനുഷ്യനായ ശ്രീനിധി. ഞാൻ ഏതായാലും ഇപ്പോൾ അങ്ങയുടെ ഗുരുനാഥനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഞാൻ ഈ രാജവംശത്തിൽ പുരോഹിതനായി വന്നത് അങ്ങ് ഇവിടെ ഭൂമിയിൽ അവതരിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ്. എന്നതറിഞ്ഞതത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. അതുകൊണ്ട് അങ്ങ് രാജാവായ അഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എന്നെ പിതാവ് രാജാവ് അഭിഷേകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ രാജാവ് അഭിഷേകം ചെയ്താലും എല്ലാ കാര്യങ്ങളും അല്ലെ നീയാണ് ചെയ്യേണ്ടത്. തത്ര നിമിത്തം മാത്രം ഞാൻ അതിനൊരു കർത്താവ് നീ, രാജഭോക്താവ് നീ അത്രേ. അതിനാൽ നീയും ഇതിന് വേണ്ട ഉത്സാഹങ്ങളെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ശ്രീരാമന്റെ അഭിഷേകം നിശ്ചയിച്ച കാര്യം കൗസല്യയോട് ഒരാൾ ചെന്ന് പറയുകയുണ്ടായി. സന്തോഷം കൊണ്ട് കൗസല്യ അദ്ദേഹത്തിന് പാരിവാരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ കഴിഞ്ഞു. ഈ സമയത്ത് ശ്രീരാമന്റെ അഭിഷേകം നടക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ദേവന്മാരെല്ലാം കൂടി നിശ്ചയം ചെയ്തു. സരസ്വതി ദേവി ചെന്ന് കണ്ടു പറഞ്ഞു, ശ്രീരാമന്റെ രാജാഭിഷേകം മുടക്കേണ്ടതാണ്. അതിനാൽ നീ മന്ത്രിയുടെ നാവിൽ ചെന്ന് കയറിയിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് മുടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മന്ദര കൈകയെ കാണാൻ വേണ്ടി പോയത്. കൈകയോട് പറഞ്ഞു, നീ ഒന്നും അറിയാതെ കഴിഞ്ഞുകൂടിയാണ് ഇവിടെ രാജമുഴുവൻ അലങ്കരിച്ചത് കാണുന്നില്ലേ? ശ്രീരാമന് നാളെ അഭിഷേകമുണ്ട്. നാളികലോചനായ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. നീ ഇതൊന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതി. ശ്രീരാമനെ ഞാൻ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രീരാമൻ അഭിഷേകം ചെയ്താൽ രാജാനുഭൂതി, സൗമിത്രിക്ക് നിർണയം, പിന്നെ കൗസല്യക്കാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടുക. ഒരു കാര്യം ചെയ്യണം, നിന്റെ മകനെ രാജാവാക്കാണെങ്കിൽ എളുപ്പമായ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞിട്ട് അവിടെ മന്ദര കൈകയെ തിരിക്കുകയാണ്. കൈയോട് പറഞ്ഞു, നിന്റെ മകനെ രാജാവാക്കാൻ വേണ്ടി ഈ സമയത്ത് ആവശ്യപ്പെട്ടാൽ മതി. പണ്ട് ദേവന്മാരുമായി യുദ്ധത്തിന് ദശരഥൻ പോയ സമയത്ത് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രഥത്തിന്റെ ചക്രത്തിന്റെ ആണി ഇളകിപ്പോയ സമയത്ത് സ്വന്തം വിരൽ അവിടെ വെച്ചുകൊണ്ട് യുദ്ധം കഴിയുമ്പോളം അങ്ങനെ രക്ഷിച്ചെന്നതാണ് നീ. ആ സമയത്ത് നിന്നെ
അതിൽ സന്തോഷിച്ചിട്ട് അന്ന് ദശരഥ രാജാവ് നിനക്ക് 2 വരം തരാൻ വേണ്ടി തയ്യാറായില്ലേ? ആ വരം ഇപ്പോൾ ആവശ്യപ്പെട്ടാൽ മതി. അന്ന് നീ പിന്നീട് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു വെച്ചതാണ്. അത് ആവശ്യപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിലൊന്ന്, ശ്രീരാമൻ 14 വർഷം കാട്ടിൽ പോകണം, ഭരതനെ രാജാവാക്കണമെന്ന് ആവശ്യപ്പെടണം, ഈ വരങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചപ്പോൾ ആദ്യം ശ്രീരാമൻ സ്വന്തം മകനെ പോലെയാണ്, എനിക്ക് ഏറ്റവും സ്നേഹം, ഭരതനേക്കാൾ സ്നേഹം ശ്രീരാമനോടെന്നൊക്കെ പറഞ്ഞ ആയ മന്ധര പിന്നീട് ശ്രീരാമന്റെ രാജാഭിഷേകം മുടക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ക്രോധാകാരത്ത് പ്രവേശിച്ചിട്ട് അവിടെ ദശരഥ മഹാരാജാവിനെ അഭിഷേക വിഘ്നത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതിലാണ് ഈ ഭാഗം സമാപിച്ചിരിക്കുന്നത്.